അഴീക്കോട് മീൻകുന്ന് കള്ളക്കടപ്പുറത്ത് 2 യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടു. കടലിൽ കുളിക്കാനിറങ്ങിയവരാണ് ഒഴുക്കിൽപ്പെട്ടത്. കടലിൽ കോസ്റ്റൽ പോലീസ് തിരച്ചിൽ നടത്തുകയാണ്. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? ഈ യുവാക്കൾ ഒഴുക്കിൽപ്പെട്ട സ്ഥലം അപകട മുന്നറിയിപ്പുള്ള മേഖലയാണോ? അർജുൻ, ഉച്ചയ്ക്ക് ശേഷമാണ് രണ്ടുപേരും കുളിക്കാനായി ഈ കടലിൽ ഇറങ്ങിയത്. അഴീക്കോട് മീൻകുന്ന് കള്ളക്കടപ്പുറത്താണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. വസ്ത്രങ്ങൾ കരയിൽ അഴിച്ചു വെച്ച നിലയിലാണ് ഇവർ കടലിൽ കുളിക്കാൻ ഇറങ്ങുന്നത് പരിസരത്തുണ്ടായിരുന്നവർ കാണുകയും ചെയ്തിരുന്നു. ഏറെ നേരമായിട്ടും ഇവർ കരക്ക് എത്താത്തതിനെ തുടർന്നാണ് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചത്. ഉടൻ തന്നെ കോസ്റ്റൽ പോലീസും വളപട്ടണം പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ KV സുമേഷ് MLA, അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ് എന്നിവരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ തിരച്ചിൽ ദുഷ്കരമാണ് എന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. ഈ കടൽ പ്രക്ഷുബ്ധമായതിനാൽ തന്നെ കടലിൽ ഇറങ്ങുന്നതിന് വിലക്കുണ്ട്. ഈ യുവാക്കൾ കടലിൽ ഇറങ്ങുന്നത് വിലക്കാൻ കടപ്പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത്. ഈ എല്ലാ കടപ്പുറങ്ങളിലും മുന്നറിയിപ്പുണ്ട്, DTPCയുടെയും മറ്റും മുന്നറിയിപ്പുണ്ട്. കടൽ പ്രക്ഷുബ്ധമാണ്, അതുകൊണ്ട് തന്നെ ആരും ഇറങ്ങരുത് എന്ന എല്ലായിടങ്ങളിലും എല്ലാ കടൽ തീരങ്ങളിലും മുന്നറിയിപ്പ് ഉള്ളതാണ്. പയ്യാമ്പലത്ത് ഉൾപ്പെടെ കോസ്റ്റ് ഗാർഡുകൾ അത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയ ആളുകളെ അവിടുന്ന് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അത്തരത്തിൽ വിലക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അവിടെ എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ ഒരു ആക്ഷേപമായി പറയുന്നത്. എന്തായാലും തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നീന്തൽ അറിയുന്ന ആളുകളാണ് യുവാക്കൾ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തി സജീവമായി തന്നെ തുടരുന്നുണ്ട്. കോസ്റ്റൽ ബോട്ട് ഉപയോഗിച്ചുള്ള പരിശോധനയും ഇപ്പോൾ കടലിൽ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ കോസ്റ്റൽ പോലീസും വളപട്ടണം പോലീസും ഫയർഫോഴ്സും ഒക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് MLAയും അവിടെ തന്നെ ഇപ്പോൾ നിൽക്കുകയാണ്. അർജുൻ.